നന്ദു എസ് ആയിട്ട് ചാർജ് എടുക്കുകയാണ്. സ്റ്റേഷനിലോട്ട് വരുമ്പോൾ തന്നെ ഒരുപാട് കേസ് ഫയൽസ് എല്ലാം നന്ദുവിൻ്റെ ടേബിളിൽ ഉണ്ടായിരിക്കും. ഇതുവരെയും പിടിക്കപ്പെടാത്തതും അതുപോലുള്ള കേസുകളെല്ലാം അന്വേഷിക്കാനായിരിക്കും നന്ദു തീരുമാനിക്കുന്നത്. അങ്ങനെ നന്ദു ഓരോരോ കേസുകളായിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് വേണുവിൻ്റെ ഒരുപാട് കേസുകളും എല്ലാം അവിടെ കാണുന്നത്. കോടികളിൽ തട്ടിപ്പ് നടത്തിയിട്ടും വേണുവിനെതിരെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് വന്നിട്ടും ഒരു തരത്തിലും ആക്ഷൻ എടുത്തു കാണില്ല. അതുകൊണ്ട് തന്നെ നന്ദു വല്ലാതെ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. കോൺസ്റ്റബിൾസിനെയൊക്കെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇത്രയൊക്കെ കേസ് ഇയാളുടെ പേരിലുണ്ടായിട്ടും നിങ്ങളെന്താ ഇന്നേ വരെ അയാളെക്കുറിച്ച് അന്വേഷിക്കാത്തത്? മാഡം, പലതവണ ഒരുപാട് കേസുകൾ അയാൾക്കെതിരെ വന്നിട്ടുണ്ട്. അയാൾ 1-2 തവണ ഞങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ചതുമാണ്. എന്നാൽ അയാൾ തന്നെ പറയുന്നുണ്ട് മൂർത്തി സാറിൻ്റെ ബന്ധുവാണെന്ന്. അന്വേഷിച്ചപ്പോൾ ശരിയായിരുന്നു, മൂർത്തി സാറിൻ്റെ കൊച്ചുമോനാണ് ഇയാളുടെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അയാൾക്കെതിരെ ആക്ഷനൊന്നും ഞങ്ങൾ ഇന്നേ വരെ എടുത്തിട്ടില്ല. അത് മൂർത്തി സാറിനെ കുറിച്ച് നിങ്ങൾക്കറിയാഞ്ഞിട്ടാ. എന്ത് തെറ്റ് ചെയ്താലും അതിപ്പോ മക്കളായാലും പേരക്കുട്ടികളായാലും തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കും. അനന്തപുരിയിലോട്ട് അവളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇങ്ങനൊരു തെറ്റ് ചെയ്താല് ശിക്ഷ അനുഭവിക്കണം. ഇതിപ്പോ കോടികളിലെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് തക്കതായിട്ടുള്ള ആക്ഷൻ എടുക്കണം എന്ന് നന്ദു പറയുന്നുണ്ട്. വേണു ഇത്രയും തട്ടിപ്പ് നടത്തുന്ന ഒരുത്തനാണെന്ന് നന്ദു അറിഞ്ഞതോടുകൂടി നന്ദു വിളിക്കുന്നത് അനിയെ ആയിരിക്കും. അനിയെ വിളിക്കുന്ന സമയത്ത് അനാമിക കാണാതെ മാറി നിന്ന് സംസാരിക്കുകയാണ് അനി. നീ ആയി ചാർജ് എടുത്തതിന് ശേഷം നിന്നെ കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. പണ്ട് എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചിരുന്നു, ഇടയ്ക്കൊക്കെ കാണാനും പറ്റിയിരുന്നു. ഇതിപ്പോ നീ വലിയ ആളായല്ലോ, അതുകൊണ്ടാണോ നീ എന്നെ വിളിക്കാത്തത്? അതൊന്നുമല്ല അനി, ഞാനിപ്പോൾ ചാർജ് എടുത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുറേ തിരക്കൊക്കെ ഉണ്ട്, കുറേ കേസ് ഫയൽസ് ഒക്കെ നോക്കാനുണ്ട്. അതായിരുന്നു. ആയിക്കോട്ടെ, നടക്കട്ടെ. നീ എന്തായാലും നീ ആഗ്രഹിച്ചൊരു നിലയിലെത്തിയല്ലോ, അത് മതി. അല്ല, നീ ഇപ്പം എന്താ എന്നെ വിളിച്ചത്? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ നീ എന്നെ വിളിക്കില്ലല്ലോ. അത് ശരിയാ നീ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അല്ല നീ, അനാമികയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വരാറില്ലേ? ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അവരെക്കുറിച്ചൊന്നും ഞാൻ അത്രയ്ക്ക് ചിന്തിക്കാറില്ല. എന്താ നന്ദു നീ അങ്ങനെ ചോദിച്ചേ? അല്ല, അവർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടോ? എനിക്കൊരു കാറ് തന്നിരുന്നു. അത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ എനിക്ക് വേണ്ട എന്ന്. അത് തിരികെ അവർ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ ഒരിക്കലും ആ കാറ് ഞാൻ കണ്ടിട്ടില്ല. മിക്കവാറും അവരെ വീട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ കാറ് ഞാൻ ഇന്നവരെ അവിടെ കണ്ടിട്ടില്ല. പിന്നെ എവിടേക്കെയോ വീട് വെക്കാൻ സ്ഥലമൊക്കെ വാങ്ങിക്കുന്നുണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു. പിന്നീട് അതിനെക്കുറിച്ചിട്ടൊന്നും പറയുന്നു കേട്ടില്ല. അപ്പോൾ നിനക്ക് തന്ന കാറ് പോലും നിനക്ക് കിട്ടിയിട്ടില്ല. അതിനെനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ നന്ദു. എനിക്ക് പോവാനും എൻ്റെ ആവശ്യങ്ങൾക്ക് വണ്ടി എനിക്കുണ്ട്. പിന്നെ ഞാനെന്തിനാ ഭാര്യ വീട്ടിൽ നിന്ന് കാറ് വാങ്ങിക്കുന്നത്? അതിൻ്റെ ഒരു ആവശ്യം എനിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാനത് അന്വേഷിച്ചിട്ടുമില്ല. എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. നിനക്ക് എൻ്റെ അടുത്ത് എന്തും പറയാം. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അങ്ങനെയാണോ നീ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്? നിനക്ക് എന്ത് വേണേ എന്നോട് പറയാം. അനാമികയും അവൾ അച്ഛനും അമ്മയും ഒന്നും നമ്മൾ വിചാരിച്ച പോലെയല്ല. എന്താ നന്ദു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അനാമിക നിന്നെ കാണാൻ വന്നിരുന്നോ? അതല്ല, ഞാനിപ്പോൾ ചാർജ് എടുത്തതിന് ശേഷം പഴയ കേസുകളെല്ലാം ഒന്ന് നോക്കിയതാ. ആ സമയത്താ ഒരുപാട് കേസുകൾ വേണുവിനെതിരെ ഉണ്ട്, നിന്റെ അമ്മായച്ചനെതിരെ. അതും വെറും കേസല്ല, കോടികളുടെ തട്ടിപ്പും വെട്ടിപ്പുവാ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾക്ക് ആക്ഷൻ എടുത്തേ പറ്റൂ. അതിനു മുൻപേ ഞാൻ നിന്നെ അറിയിക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ ഇത് ഒഫീഷ്യലായിട്ടുള്ള കാര്യമാണ്, നിന്റെ അടുത്തും കൂടെ ഒന്ന് പറയാമെന്ന് കരുതിയിട്ടാ നിന്നെ വിളിച്ചത്. നന്ദു നീ എന്താ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതേടാ, നിന്റെ അമ്മായിച്ചൻ ഒരു പെരും കള്ളനാ. നിന്റെ സംശയം ശരിയാ. അനാമിക നിന്നെ സ്നേഹിച്ചിട്ടല്ല അങ്ങോട്ട് വന്നത്. അവിടുത്തെ സ്വത്തും പണവും മോഹിച്ചു തന്നെയാ അവളും അവൾ അച്ഛനും എല്ലാം തുനിഞ്ഞ് അങ്ങോട്ട് മകളെ പറഞ്ഞു വിട്ടത്. എന്തായാലും നിന്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. എന്തായാലും നാളെ തന്നെ അറസ്റ്റ് ഉണ്ടാവും, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. നന്ദു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാൾ ഇത്തിരി തരികിടയാണെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്തായാലും നിന്റെ ജോലി നീ ചെയ്യണം. അതിന് ഞാനൊരു തടസ്സവും പറയില്ല. തെറ്റ് ചെയ്തവരെ ശിക്ഷ അനുഭവിക്കണം. അനി, ഇത് ഒഫീഷ്യൽ കാര്യാ, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞെന്നേ ഉള്ളൂ. നീ ഇത് അവിടെ ആരോടും പറയണ്ട. ഏയ് ഞാൻ ആരോടും പറയുന്നില്ല എന്നും പറഞ്ഞ് അനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പറയുന്നതെല്ലാം ദേവിയാനി കേൾക്കുന്നുണ്ടായിരിക്കും. ഇത് കേട്ട് ദേവിയാനി വല്ലാത്ത ഷോക്കിലായിരിക്കും. അപ്പോൾ അനാമികയും അവൾ അച്ഛനും അമ്മയും ഇവിടെ ഉള്ളവരെയൊക്കെ പൊട്ടന്മാരാക്കാണ്. എന്തായാലും നന്ദു ഇപ്പോൾ ആയ സ്ഥിതിക്ക് ഇവരെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചോളും എന്നും പറഞ്ഞ് ദേവിയാനി പോകുന്നുണ്ട്.
പിന്നീടായിട്ട് ഓഫീസിൽ നിന്ന് തിരികെ എത്തുന്ന നയന ദേവയാനിക്ക് ഒരു സാരി കൊണ്ട് കൊടുക്കുന്നുണ്ട്. അമ്മേ, ഇത് വാങ്ങിക്ക്. ഇത് അമ്മ പറഞ്ഞ സാരിയാ. അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ ഡിസൈൻ ചെയ്തതാ. അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ വരുന്നത്. അപ്പം അമ്മ പറഞ്ഞിരുന്നല്ലോ ഒരു സാരി ഡിസൈൻ ചെയ്യണമെന്ന്. അത് ഞാൻ കുറച്ച് നേരത്തെ ചെയ്തെന്നേ ഉള്ളൂ. ഇതാ അമ്മ, ഇത് വാങ്ങിക്ക്. ദേവിയാനിയാണെങ്കിൽ ഇത് വാങ്ങാൻ നിൽക്കുന്നുണ്ട്. എന്താ അമ്മേ ഇത് വാങ്ങിക്കാത്തെ? അല്ല, നീ എനിക്ക് ഇത് തരണമെന്ന് ഞാൻ പറഞ്ഞോ? നിന്റെ അടുത്ത് ഡിസൈൻ ചെയ്യാനല്ലേ പറഞ്ഞുള്ളൂ. അതെ, ആദർശിൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. എൻ്റെ മോൻ എനിക്ക് തന്നാൽ മതി. അങ്ങനെ ആദർശിൻ്റെ കയ്യിൽ നയന സാരി കൊടുക്കുന്നുണ്ട്. എന്നാ ആദർശ് പറയുന്നുണ്ട്, ഞാൻ തന്നാലും നയന തന്നാലും ഒരുപോലെയല്ല അമ്മേ. അമ്മ എന്തിനെങ്ങനെ വാശി പിടിക്കുന്നേ? ഒരുപോലെയല്ല. നീ എൻ്റെ മോനും ഇവൾ എൻ്റെ മരുമകളുമാ. ആ വ്യത്യാസമല്ലേ? അതുകൊണ്ടേ നീ എനിക്ക് തന്നാൽ മതി. അങ്ങനെ നയന സങ്കടത്തോടു കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട്. ആദർശ് അവിടെ നിന്ന് പോവാ. സാരി എടുത്ത് നോക്കി നല്ല സന്തോഷത്തിൽ നിൽക്കുമായിരിക്കും ദേവയാനി. പാവം, അവളെ ഞാൻ വിഷമിപ്പിച്ചു. ഇപ്പം നിന്നോട് എനിക്ക് സ്നേഹം കാണിക്കാൻ പറ്റില്ലല്ലോ. എല്ലാം ഉള്ളിൽ ഒതുക്കണ്ടേ. അതുകൊണ്ടാ മോൾ എന്നോട് ക്ഷമിക്ക് എന്നൊക്കെ ഇങ്ങനെ മനസ്സ് പറയുന്നുണ്ടായിരിക്കും. സാരി എടുത്ത് നോക്കുന്ന കാണുമ്പോൾ അങ്ങോട്ടേക്ക് ജാനകി വരുന്നുണ്ട്. അല്ല, എന്താ ഏട്ടത്തി, ഇത് പുതിയ സാരിയാണല്ലോ. നല്ല കളറ്, എന്ത് ഭംഗിയാ കാണാൻ. നല്ല ഡിസൈൻ ആണല്ലോ എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. അതെ അതെ, ഇതെനിക്കെൻ്റെ നയന തന്നതാ. നയനയോ? അല്ല, ആദർശ്. നയനത് ഡിസൈൻ ചെയ്തു ആദർശിൻ്റെ കൈ കൊണ്ട് എനിക്ക് തന്നു. ഓ, അപ്പോ അമ്മായിമ്മയെ സോപ്പിടാനായിട്ട് മരുമകളെ ഡിസൈൻ ചെയ്തതാവും അല്ലേ? അമ്മായിമ്മയെ സോപ്പിടാനല്ല. ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വെഡിങ് ആനിവേഴ്സറി അല്ലേ വരുന്നത്, നല്ലൊരു സാരി ഡിസൈൻ ചെയ്യണമെന്ന്. ആർക്കും ഇതുവരെ ഇല്ലാത്തൊരു ഡിസൈൻ. അതവള് ഇത്ര പെട്ടെന്ന് ചെയ്തു തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതെല്ലാം ഗോൾഡൻ ത്രെഡാ. ഇതിന് ഏകദേശം ഒരു 5 ലക്ഷം രൂപ വില വരും. ആഹാ, അടിപൊളിയായിട്ടുണ്ട് ഏട്ടത്തി. എന്തായാലും ഏട്ടത്തിയുടെ മരുമകള് മിടുക്കിയ ഇക്കാര്യത്തില്. ഇനിയിപ്പോ ഏട്ടത്തിയെ സോപ്പിട്ട് പല കാര്യങ്ങളും തട്ടിയെടുക്കും. എൻ്റെ ജാനകി, അവൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അവൾക്കിപ്പോൾ നല്ലൊരു ജോലിയുണ്ട്. മാസം എത്ര രൂപയെ ശമ്പളം നിനക്കറിയോ? 1 ലക്ഷത്തിനടുത്തുണ്ട് അവള് ശമ്പളം. അവൾക്കെന്തിനാ എന്നോട് കൈനീട്ടേണ്ട ആവശ്യം? ഏട്ടത്തി അപ്പോൾ പറഞ്ഞു വരുന്നത് എൻ്റെ മരുമകളെ കൊച്ചാക്കിയിട്ടല്ലേ? അവൾക്കതിന് ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവളുടെ അച്ഛനെ ഇഷ്ടം പോലെ സ്വത്തുക്കളുണ്ട്. ഒറ്റ മോളാ. എല്ലാ സ്വത്തുക്കളും അനാമിക മോൾക്കുള്ളതാ. നീ ഒരുപാടങ്ങേ തലയിൽ കയറ്റി വെക്കണ്ട. നിന്റെ മരുമകളുടെ എല്ലാ കാര്യങ്ങളും ഒരു ദിവസം പുറത്തു വരും. ഏട്ടത്തി, വെറുതെ അവളെക്കുറിച്ചൊന്നും പറയണ്ട. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും വേണുവും രേവതിയും അങ്ങോട്ടേക്ക് വരുന്നത്. ആഹാ, മോളുടെ അച്ഛനും അമ്മയോ കുറേ നാളായല്ലേ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് ജാനകി അങ്ങ് ചെല്ലുന്നുണ്ട്. അനാമികയും അവിടെ എത്തുന്നുണ്ട്. അച്ഛാ, അമ്മേ, നിങ്ങളൊരു വിവരം പറഞ്ഞില്ലല്ലോ വരുന്നത്. മോൾക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. എനിക്കെൻ്റെ മോളെ കണ്ടില്ലെങ്കിലേ ഉറക്കം വരില്ല. 4-5 ദിവസം അവളെ കാണാതിരുന്ന എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയാ. അപ്പം ഞങ്ങളിങ്ങ് പോരും. മോളാണെങ്കിൽ ഇപ്പം അങ്ങോട്ടങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും വരുന്നില്ലല്ലോ. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്തായാലും അമ്മയും മോളും അച്ഛനൊക്കെ ഇരുന്ന് സംസാരിക്ക്. ഞാൻ പോയിട്ട് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പോവാ. കുറച്ചു നേരം കഴിയുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് നന്ദു വരുന്നത്. നന്ദു പോലീസ് യൂണിഫോമിൽ വരുന്ന കാണുമ്പോൾ നയന ചോദിക്കുന്നുണ്ട്, എന്താ നന്ദു, നീ പോലീസ് യൂണിഫോമിൽ ഇങ്ങോട്ട്? അത് ചേച്ചി, ഒരു ഒഫീഷ്യൽ കാര്യത്തിനാ. പെട്ടെന്ന് നന്ദുവിനെ പോലീസ് യൂണിഫോമിൽ കാണുമ്പോൾ വേണു അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അതിനുശേഷം നന്ദു ചോദിക്കുന്നുണ്ട്, ഞാൻ വീട്ടിലോട്ട് വരുന്ന സമയത്ത് കാറും എടുത്ത് ഒറ്റ പോക്കായിരുന്നല്ലോ. ഞങ്ങൾ ഫോളോ ചെയ്ത് വന്നതാ. എന്നെ ഫോളോ ചെയ്തിട്ടോ? നീ എന്തിനാ എന്നെ ഫോളോ ചെയ്ത് വരുന്നേ? എന്താ നന്ദു, നീ എന്തൊക്കെയാ പറയുന്നേ? ചേച്ചി, ഞാൻ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഇങ്ങോട്ടോ? ഇവിടെ ആരെ അറസ്റ്റ് ചെയ്യാനാ? ഈ വീട്ടിലെ ആളല്ല, പുറത്തുനിന്ന് വന്ന ഇതാ ഇയാളെ, ഈ വേണുവിനെ അറസ്റ്റ് ചെയ്യാനാ വന്നത്. ദേ നന്ദു, എന്നോടുള്ള ദേഷ്യം നീ എൻ്റെ അച്ഛൻ്റെ അടുത്ത് തീർക്കണ്ട. നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് തീർക്ക്. കള്ളക്കേസിൽ എൻ്റെ അച്ഛനെ കൊടുക്കാനൊന്നും പറ്റില്ല. അതെ അതെ, നീ എന്ത് വിചാരിച്ചിട്ടാ ഞാൻ എന്ത് ചെയ്തെന്ന് നീ പറയുന്നേ? കോടികളിലെ തട്ടിപ്പാ നിങ്ങൾ നടത്തിയിരിക്കുന്നത്. എത്ര കേസുകളാ സ്റ്റേഷനിലെന്ന് നിങ്ങൾക്കറിയോ? വല്ലമേ, ഒന്നും തോന്നരുത്. പെട്ടെന്ന് എന്നെ അറസ്റ്റ് ചെയ്യണം. അതുകൊണ്ടാ ഇയാളെ ഫോളോ ചെയ്ത് ഇങ്ങോട്ട് വന്നത്. എത്ര കേസുകളാണെന്നറിയോ സ്റ്റേഷനിൽ കിടക്കുന്നത്? എല്ലാറ്റിന്നും ഓരിപ്പോരാൻ ഇയാൾ പറയുന്നത് മകളുടെ ഭർത്താവ് മൂർത്തി സാറിൻ്റെ കൊച്ചുമോനാണെന്നൊക്കെ പറഞ്ഞാ, അനന്തപുരിയിലോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നതെന്നും പറഞ്ഞാ ഇതിന്നൊക്കെ ഓരിപ്പോരുന്നത്. അതിൻ്റെയൊക്കെ മാനക്കേട് ആർക്കാ? മൂർത്തി സാറിനല്ലേ, മുത്തശ്ശന്. ഇനി എന്തായാലും കുറച്ച് നാളത്തേക്ക് പുറം ലോകം കാണില്ല. എടി, നീ എൻ്റെ അച്ഛൻ എല്ലാ കേസിലും കൊടുക്കരുത്. എല്ലാ കേസോ? വ്യക്തമായിട്ടുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. സ്റ്റേഷനിലോട്ട് വാ, എല്ലാം ഞാൻ നിനക്കെടുത്ത് കാണിച്ചു തരാം. ഇപ്പം നിന്റെ അച്ഛനെ ഞാൻ കൊണ്ടുപോവാ എന്നും പറഞ്ഞ് വേണുവിനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്.
സ്റ്റേഷനിലിട്ട് നല്ല പോലെ പെരുമാറുമ്പോൾ സത്യങ്ങളെല്ലാം വേണു പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് രേവതിയും അനാമികയും എത്തുന്നുണ്ട്.